പൂച്ചാക്കൽ തൃച്ചാറ്റുകുളം കാരിപ്പൊഴി ദേവീക്ഷേത്രത്തിലെ തിരുവുത്സവം ഏപ്രിൽ 8 മുതൽ 10 വരെ നടക്കും. തൃച്ചാറ്റുകുളം ശ്രീ കാരിപ്പൊഴി ദേവീക്ഷേത്രത്തിലെ ഈ വർഷത്തെ തിരുവുത്സവം 2024 ഏപ്രിൽ 8, 9, 10 തീയതികളിൽ ക്ഷേത്രം തന്ത്രി മുതുമന ബ്രഹ്മശ്രീ ദാമോദരൻ നമ്പൂതിരിയുടെയും ക്ഷേത്രം മേൽശാന്തി ശ്രീ മഹേഷ് തിരുമേനിയുടെയും മുഖ്യ കാർമ്മികത്വത്തിൽ ഭക്തിനിർഭരമായ ചടങ്ങുകളോടെ കൊണ്ടാടുവാൻ തീരുമാനിച്ചിരിക്കുന്നു. ആദ്യം രേവതി ഉത്സവം 8/4/24 രേവതി ഉത്സവം രാവിലെ 5:30 നട തുറക്കൽ, അഭിഷേകം, പന്തീരടി പൂജ, ഗണപതി ഹോമം, നാരായണീയ പാരായണം, ഉച്ചപൂജ 12 മണിക്ക്, വൈകിട്ട് 5:30 നട തുറക്കൽ, 7 ദീപാരാധന, 7:30 കളമെഴുത്തും പാട്ട്, അശോക് കുമാർ പാർട്ടി, 8 മണിക്ക് താലപ്പൊലി വരവ്, 8:30 കൈകൊട്ടിക്കളി. ഏപ്രിൽ 9 ചൊവ്വാഴ്ച അശ്വതി മഹോത്സവം രാവിലെ 5:30 നിർമ്മാല്യ ദർശനം, അഭിഷേകം, തുടർന്ന് ഗണപതി ഹോമം, മറ്റ് പൂജകൾ. തൃച്ചാറ്റുകുളം കാരിപ്പൊഴി ദേവീക്ഷേത്രത്തിലെ തിരുവുത്സവം 8, 9, 10 തീയതികളിൽ നടക്കും. അശ്വതി മഹോത്സവമായ 9 രാവിലെ 5:30 നിർമ്മാല്യ ദർശനം, അഭിഷേകം, 7 നാരായണീയ പാരായണം, ഉച്ചപൂജ, രാത്രി 7:15 താലപ്പൊലി വരവ്, ദീപക്കാഴ്ച, 7:30 തിരുവാതിരകളി, രാത്രി 8:30 നാടകം എന്നിവ നടക്കും. മീനഭരണി മഹോത്സവമായ 10 രാവിലെ 6:30 കൂട്ടവെടി, 7:30 ശ്രീബലി, സർപ്പങ്ങൾക്ക് തളിച്ചുകൂട, 11 കുംഭകുടം വരവ്, ഉച്ചയ്ക്ക് 12:30 കുംഭകുടാഭിഷേകം, വൈകിട്ട് 5 പകൽ പൂരം, രാത്രി 7:30 താലപ്പൊലി വരവ്, 8 കൈകൊട്ടിക്കളി, 9 ഡാൻസ്, 10 എതിരേൽപ്പ്, വലിയ കുരുതി എന്നിവ നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ദേവസ്വം പ്രസിഡന്റ് എസ് ഗോപാലകൃഷ്ണൻ, സെക്രട്ടറി എൻ മോഹനചന്ദ്രൻ, വൈസ് പ്രസിഡന്റ് വിനോദ് പൂച്ചാക്കൽ, ബി ഉദയകുമാർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പ്രധാനപ്പെട്ട പ്രത്യേകത ക്ഷേത്രത്തിൻ്റെ എന്ന് പറഞ്ഞാൽ ഏകദേശം 250 വർഷങ്ങളോളം പഴക്കമുള്ള ക്ഷേത്രമാണ്. ഈ ക്ഷേത്രം ഉരായ്മ ക്ഷേത്രമാണ്. അതിനുശേഷമാണ് ഞങ്ങൾ ട്രസ്റ്റാക്കിയത്. ട്രസ്റ്റാക്കിയിട്ട് ഇപ്പോൾ ഏകദേശം 24 വർഷമായി. അതിൻ്റെ ഭരണം നല്ല രീതിയിൽ കൊണ്ടുപോകുന്നു. ക്ഷേത്രത്തിൻ്റെ പ്രധാന വഴിപാടുകൾ എന്ന് പറഞ്ഞാൽ പ്രധാനമായും ഈ നടക്കുന്നത് ഭദ്രകാളി ക്ഷേത്രമാണ്. വടക്കോടത്ത് ഗുരുതിയുണ്ട്. വേറൊന്നുമില്ലാത്ത പ്രധാനപ്പെട്ട ഒരു പ്രതിഷ്ഠ എന്ന് പറയുന്നത് വേട്ടയ്ക്കൊരു മകൻ ഒരു പ്രത്യേക ആചാരാനുഷ്ഠാനങ്ങൾ നടത്തിക്കൊണ്ട് ക്ഷേത്രത്തിൽ മുന്നോട്ട് പോവുകയാണ്. അവിടുത്തെ ഒറ്റയപ്പം എന്ന് പറയുന്ന വലിയ ഒരു വഴിപാടായിട്ട് കൊണ്ടുപോകുന്നു. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ആയില്യം പൂജ, മണ്ണാറശാല ആയില്യം പൂജ നടക്കുന്ന അതേ സമയത്ത് തന്നെ എല്ലാ വർഷവും അതിഗംഭീരമായിട്ട് ആയില്യം പൂജ നടത്തുന്നു. 10-300 തളിച്ചൂട നടക്കുന്ന ഒരു പ്രധാനപ്പെട്ട ക്ഷേത്രം കൂടിയാണ്. അതുപോലെ തന്നെ ഈ പറയുന്ന ഗുരുതി എന്ന് പറഞ്ഞാൽ അതുപോലെ ഗുരുതിയുണ്ട്, രക്ഷസിൻ്റെ ഗുരുതിയുണ്ട്. അതൊക്കെ വളരെ പ്രധാനപ്പെട്ട ചില ചടങ്ങുകളാണ്. അതോടൊപ്പം ദേവിയുടെ പ്രധാനപ്പെട്ട വഴിപാട് എന്ന് പറയുന്നത് നമ്മൾ ഈ പറയുന്ന ഗുരുതിയും അതുപോലെ തന്നെ മറ്റ് വിശേഷാൽ പൂജകളും, അതിനേക്കാൾ ഉപരി ഈ നമ്മുടെ താലപ്പൊലി, കൂടാതെ നമ്മുടെ തുലാഭാരം, അത് ശർക്കര കൊണ്ടുള്ള തുലാഭാരമാണ് ദേവിക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യം അർഹിക്കുന്ന ഒരു വഴിപാടായിട്ട് നമ്മളെ കണ്ടുവരുന്നത്. കൂടുതൽ ആൾക്കാരും ശർക്കര തുലാഭാരം. പിന്നെ അതോടൊപ്പം തന്നെ എടുത്ത് പറയേണ്ട ഒരു കാര്യം, കുട്ടികൾ കല്യാണം നടക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വഴിപാടുകളും ധാരാളം നടക്കുന്ന ഒരു ക്ഷേത്രമായിട്ടാണ് നമ്മൾ കണ്ടത്. ഈ ഇത്ര നാളും ആ ക്ഷേത്രത്തെ എല്ലാ ആചാരാനുഷ്ഠാനങ്ങൾ നടത്തിക്കൊണ്ടു പോകുന്നത്.